നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പൂജാമുറിയിലെ വിളക്കുകളും പാത്രങ്ങളും പൂജാമുറി വൃത്തിയാക്കുന്നതിന് ഒരു നിശ്ചിത സമയവും സന്ദർഭവും നമുക്ക് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ അമർത്തുക. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന പൂജാമുറിയിലെ വിളക്കുകളും പാത്രങ്ങളും നമ്മുടെ പൂജാമുറികൾ വൃത്തിയാക്കുന്നതിനും ചില സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ പൂജാമുറിയൊക്കെ വൃത്തിയാക്കുന്നതും വിളക്കുകളൊക്കെ തുടച്ചൊക്കെ വെക്കുന്നത്. അപ്പോൾ ശരിയായിട്ട് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും എന്തുകൊണ്ടാണ് ഇത് ചെയ്തുകൂടാ എന്ന് പറയുന്നതും എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആഴ്ചയിലെ ഞായർ, തിങ്കൾ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ പൂജാമുറിയും വിളക്കുകളും പാത്രങ്ങളും വൃത്തിയാക്കേണ്ടത്. ആഴ്ചയിൽ ചൊവ്വ, ബുധൻ, വെള്ളി എന്നീ നാളുകളിൽ നമ്മൾ പൂജാപാത്രങ്ങളോ വിളക്കുകളോ പൂജാ റൂമോ വൃത്തിയാക്കാൻ പാടില്ല. അതിന് ഒരു കാരണമുണ്ട്. അതായത് ചൊവ്വാഴ്ച ദിവസം വിളക്കിനുള്ളിൽ കുടിയേറുന്ന ശംഖനിധി പത്മനിധി എന്ന് പറയുന്ന ദൈവാംശം ബുധനാഴ്ച രാത്രി വരെ വിളക്കിൽ കുടികൊള്ളുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈ ശംഖനിധി പത്മനിധി എന്താണെന്നുള്ളത് വീഡിയോ തുടർന്ന് കാണുമ്പോൾ മനസ്സിലാകും. അതേപോലെ തന്നെ വെള്ളിയാഴ്ച അതിരാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് വിളക്കിൽ കുടിയേറുന്ന മഹാലക്ഷ്മി വെള്ളിയാഴ്ച രാത്രി മുഴുവനും വിളക്കിൽ കുടിയിരിക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ വിളക്കും പാത്രവും കഴുകുമ്പോൾ അല്ലെങ്കിൽ പൂജാമുറി വൃത്തിയാക്കുമ്പോൾ വന്നു കയറിയ മഹാലക്ഷ്മിയെ നമ്മൾ തുടച്ചു നീക്കിയതിന് തുല്യമാണ്, അല്ലേ? നമ്മൾ ചില ചൊല്ലുകളിലൊക്കെ കേട്ടിട്ടില്ലേ, വന്നു കയറിയ മഹാലക്ഷ്മിയെ പുറങ്കാൽ കൊണ്ട് തട്ടി ഓടിച്ചു എന്നൊക്കെ. ഏകദേശം അതുപോലെയൊക്കെ തന്നെ. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരാൾക്ക് നിശ്ചയിക്കപ്പെട്ട് ഇരിക്കേണ്ട സ്ഥാനത്ത് അതിന് അർഹനല്ലാത്ത അല്ലെങ്കിൽ അർഹയല്ലാത്ത ഒരാൾ വന്നിരിക്കുമ്പോൾ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, സെയിം അതേ പ്രശ്നങ്ങളായിട്ട് ഇവിടെ സംഭവിക്കുന്നത്. വിളക്കിൽ അല്ലെങ്കിൽ പൂജാമുറിയിൽ നിയോഗിക്കപ്പെട്ടവളാണ് മഹാലക്ഷ്മി. അപ്പോൾ ലക്ഷ്മിയുടെ സ്ഥാനത്ത് അവിടെ അലക്ഷ്മിയാണ് വസിക്കാൻ പോകുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് വീടുകളിൽ കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. ലക്ഷ്മി സമാധാനപ്രിയ ആണെങ്കിൽ അലക്ഷ്മി അസമാധാനം സൃഷ്ടിക്കുന്നവളാണ്. ലക്ഷ്മി എന്താണോ നമുക്ക് തരുന്നത് അതിൻ്റെ നേർ വിപരീതമാണ് അലക്ഷ്മിയിലൂടെ നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാകാതെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സഹായിക്കും. അതേപോലെ തന്നെ കേട്ടിട്ടില്ലേ, ഈ വിളക്കുകൾ കഴുകുന്ന സമയത്ത് ഒത്തിരി ഒച്ചപ്പാടുണ്ടാക്കരുത്, അല്ലെങ്കിൽ വിളക്കുകൾ തറയിൽ വീഴാൻ പാടില്ല. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെയൊക്കെ പൂജാമുറിയിൽ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ രൂപങ്ങളും ഫോട്ടോകളും ഒക്കെ ഉണ്ട്, അല്ലേ? അപ്പോൾ ഇത് കൂടാതെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഭഗവത് ചൈതന്യം അല്ലെങ്കിൽ ഒരു ദൈവിക ചൈതന്യം നമ്മൾ അവിടെ കൊണ്ടുവരുന്നത് എന്തിലൂടെയാണ്? വിളക്കിലൂടെയാണ്. വിളക്കിൽ തെളിയിക്കുന്ന തിരുനാളത്തിലെ അഗ്നിയിലൂടെയാണ് ദൈവിക ചൈതന്യത്തെ നമ്മൾ അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കേണ്ട ആ ദൈവിക ചൈതന്യം ഇരിപ്പിടമാക്കുന്ന വിളക്ക് ശുദ്ധവും വൃത്തിയും ഉള്ളതായിരിക്കണം. ഈ കരിഞ്ഞ വിളക്കും അഴുക്ക് പിടിച്ചതും എണ്ണമയോ ഒക്കെ ഉള്ള, അതായത് കണ്ടാൽ തന്നെ ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു വിളക്കിൽ ഒരു മഹാലക്ഷ്മി വസിക്കുന്നു. മഹാലക്ഷ്മിയുടെ കാര്യം വിട്, അഴുക്ക് പിടിച്ച അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഒരു മുറിയിൽ കഴിയാൻ നമ്മളെ കൊണ്ട് സാധിക്കൂ? ഇല്ല. അതേപോലെയാണ് ഇവിടെ. ആ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് കഴിയാനും ഇരിക്കാനും വൃത്തിയും ശുദ്ധമായിട്ടുള്ള സ്ഥലം തന്നെ വേണം, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് അസ്വസ്ഥരാകത്തില്ലേ? അതേപോലെ തന്നെയാണ് ഈ ദൈവിക ശക്തികൾ. അവർക്കും വൃത്തിയും ശുദ്ധവും ഒക്കെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ പറഞ്ഞ കാര്യം, ശംഖനിധി പത്മനിധി. ആരാണ് ശംഖനിധി പത്മനിധി എന്ന് ആദ്യം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി പറയുന്ന ആ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കൂ. നമ്മൾ ഭക്തര് എത്ര കേട്ടാലും നമുക്ക് കൈനിറയെ സമ്പൽ സമൃദ്ധി തരുന്നവളാണ് മഹാലക്ഷ്മി. അതിനായിട്ട് നിയോഗിക്കപ്പെട്ടതാണ് മഹാലക്ഷ്മി, അല്ലെ? അപ്പോൾ ഈ മഹാലക്ഷ്മിയെ സഹായിക്കാനായിട്ട് ശിവഭഗവാനാൽ നിയമിക്കപ്പെട്ട ഒരാളുണ്ട്, വൈഷ്ണവർ എന്ന് പറയും. ആ വൈഷ്ണവരാണ് കുബേരൻ. ലക്ഷ്മി ദേവിയുടെ ധനങ്ങൾ സംരക്ഷിക്കാൻ ചുമതലയേറ്റയാളാണ് വൈഷ്ണവർ. ആ വൈഷ്ണവർക്ക് കിട്ടുന്ന പദവിയാണ് കുബേരൻ എന്ന പദവി.
കുബേരൻ ഭയങ്കര ശിവഭക്തനാണ്. അങ്ങനെ കുബേര പദവി ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വെൺശംഖും വെൺതാമരയും പാരിതോഷികമായിട്ട് ലഭിച്ചു. അങ്ങനെ ലഭിച്ച ഈ വെൺശംഖിനെയും വെൺതാമരയും ഇദ്ദേഹം ഒരു ദൈവിക ചൈതന്യമാക്കി മാറ്റുകയും ഈ 2 പേരെ തൻ്റെ ജോലിക്ക് ഉള്ള ഒരു മധ്യസ്ഥരാക്കി മാറ്റുകയാണ്. ആ 2 പേരാണ് വെൺശംഖായി വന്ന ദേവതയാണ് ശംഖനിധിയും വെൺതാമരയായി വന്ന ദേവതയാണ് പത്മനിധിയും. ഈ ശംഖനിധിക്ക് ശംഖലക്ഷ്മി എന്നും പേരുണ്ട്. ഓക്കെ, അപ്പോൾ ശംഖലക്ഷ്മി അല്ലെങ്കിൽ ശംഖനിധിയുടെ കയ്യിൽ സമ്പൽ സമൃദ്ധിയുടെ അടയാളമായ വലംപിരി ശംഖുണ്ട്. ഇത് സമ്പൽ സമൃദ്ധിയെ കുറിക്കുന്ന ഒന്നാണ്. ഈ പറയുന്ന ശംഖനിധിക്കും പത്മനിധിക്കും മഹാലക്ഷ്മിയിൽ നിന്നും കുബേരന് ലഭിച്ച സമ്പത്തിൽ നിന്ന് കുറച്ച് വിഹിതം കൊടുത്തിട്ടുണ്ടെന്നാണ് സങ്കല്പം. ഇത് കൂടാതെ ശംഖം, പത്മം, മഹാപത്മം, കചപം, മുകുന്ദം, കുന്തകം, നീലം, വരം എന്നിങ്ങനെ 9 നിധികളാണ്. ഇതിനെയാണ് കുബേരനിധി എന്ന് അറിയപ്പെടുന്നത്. കുബേരനിധി അല്ലെങ്കിൽ കുബേര സമ്പത്ത് എന്നറിയപ്പെടുന്നതാണ് നേരത്തെ ഞാനിപ്പോൾ പറഞ്ഞ പേരുകൾ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 9 നിധികളിൽ ശംഖനിധിക്കും പത്മനിധിക്കും മാത്രമേ രൂപങ്ങളുള്ളൂ. ബാക്കി പറഞ്ഞതെല്ലാം അദൃശ്യമായിട്ടുള്ള രൂപങ്ങളാണ്. ശംഖനിധിയുടെയും പത്മനിധിയുടെയും രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ശിവക്ഷേത്രങ്ങളിലും രാജഗോപുരങ്ങളുള്ള ക്ഷേത്രങ്ങളിലും ഒക്കെ പോവുകയാണെങ്കിൽ അവിടെ ശംഖനിധിയും പത്മനിധിയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ സമ്പത്ത് മാത്രമല്ല കൊടുത്തത്, ഇവർക്ക് ചില ദൗത്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ഗോപുരങ്ങളിലും ഇരുന്ന് ക്ഷേത്ര ദർശനത്തിനായി വരുന്ന ഭക്തരെ വീക്ഷിക്കാനും അവരുടെ ഭക്തിയുടെ ആഴമളക്കാനും അവരെ പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കി അവരുടെ ഭക്തിയിൽ എത്രത്തോളം സത്യസന്ധതയുണ്ടെന്ന് മനസ്സിലാക്കി അവരുടെ മനോഭാവം മനസ്സിലാക്കി ഇവർക്ക് എന്തുമാത്രം സമ്പൽ സമൃദ്ധി കൊടുക്കണം എന്ന് തിട്ടപ്പെടുത്തി കുബേരനെ എത്തിക്കുക എന്നതാണ് ഈ 2 പേരുടെയും ദൗത്യം. ശേഷം ലക്ഷ്മി ദേവിയുടെ സമ്പത്ത് ഭക്തർക്ക് ഏത് വിധം എങ്ങനെ ദാനം ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെട്ടവനാണ് കുബേരൻ. കുറച്ചുകൂടെ സാധാരണമായ രീതിയിൽ പറയുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കയ്യിലിരിക്കുന്ന ഫ്രീ ആയിട്ടുള്ള സമ്പത്ത് നമ്മൾ ഭക്തർ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ ലക്ഷ്മി ദേവി വെറുതെ എടുത്തു തരികയാണ്. അതിനൊരു നിബന്ധനയായിട്ടാണ് ഭഗവാൻ കുബേരനെ നിയമിക്കുന്നത്. കുബേരൻ ഒരു മാനേജറിന്റെ ഡ്യൂട്ടിയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അതുകൂടാതെ കുബേരനെ സഹായിക്കാനായിട്ട് 2 അസിസ്റ്റൻസിനെയാണ് കുബേരൻ തന്നെ നിയമിച്ചിരിക്കുന്നത്, ശംഖനിധി, പത്മനിധി. ഇവർ 2 പേരും ഡാറ്റ എല്ലാം അനാലിസിസ് ചെയ്ത് ആർക്ക് എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എത്ര കൊടുക്കണം എന്ന് തീരുമാനിച്ച് കുബേരനിലെത്തിക്കുകയും കുബേരൻ അതുപടി അത് വിഹിതം കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവരുടെ ഡ്യൂട്ടി. ഇപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കൂടാതെ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് നല്ല മനോഭാവത്തിൽ മനസ്സിലെ വേണ്ടാത്ത ചിന്തകളൊക്കെ മാറ്റി നല്ല തെളിഞ്ഞ മനസ്സോടെ ക്ഷേത്ര ദർശനം നടത്തണമെന്ന് മുൻപുള്ള ആൾക്കാർ പറഞ്ഞിട്ടില്ലേ? അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അതായത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മളെ നോക്കാനിരിക്കുന്നത് ഭഗവാൻ മാത്രമല്ല, ഭഗവാന്റെ ചില അസിസ്റ്റൻസ് ഉണ്ട്. ഈ പറഞ്ഞ ശംഖനിധി, പത്മനിധി എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. അവരും നമ്മളെ കാണുകയാണ്. പക്ഷെ ഇവരെ നമ്മൾ കാണുന്നില്ല, അവർ നമ്മളെ കാണുന്നുണ്ട്. നമ്മൾ എന്താ ചിന്തിക്കുന്നേ, നമ്മൾ എന്താ പ്രവർത്തിക്കുന്നേ, നമ്മുടെ മനസ്സിൽ എന്താണ് എന്ന് വരെ അവർക്കറിയാം. അതൊക്കെ അറിഞ്ഞിട്ട് അതെല്ലാം അനാലിസിസ് ചെയ്തിട്ടാണ് ദൈവത്തിന്റെ കയ്യിൽ കൊണ്ടെത്തിക്കുന്നതും ദൈവം അത് ഡാറ്റ അനാലിസിസ് ചെയ്യുന്നു. ചെയ്തതിന് ശേഷമാണ് ആർക്ക് എന്ത് കൊടുക്കണം, ഇന്നയാൾക്ക് ഇന്നത് കൊടുക്കാം, ഇന്നയാൾക്ക് ഇന്നത് കൊടുക്കാം, ഇന്നയാൾക്ക് ഒന്നും കൊടുക്കണ്ട, ഇങ്ങേറെ കയ്യിൽ ഇത് എത്തിപ്പെട്ടാൽ തന്നെ ഇത് ഈ രീതിയിൽ ദുർവിനിയോഗപ്പെടും എന്നൊക്കെ മനസ്സിലാക്കുന്നത്. കൂടാതെ നമ്മൾ ഈ രാജഗോപുരങ്ങളൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് അവിടെ ശംഖനിധിയും പത്മനിധിയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ക്ഷേത്ര ഗോപുരത്തിലൊന്ന് വണങ്ങുക, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ കൊടിമരമില്ലേ, കൊടിമരം, ക്ഷേത്രങ്ങളിലൊക്കെ കൊടിമരം കാണുമല്ലോ. ക്ഷേത്ര ദർശനത്തിന് മുമ്പ് ആദ്യം നമ്മൾ കൊടിമരത്തിനെ വണങ്ങുക, എന്നിട്ട് ക്ഷേത്ര ദർശനം നടത്തുക. ഞാൻ ഒരുപാട് തത്വജ്ഞാനമൊന്നും ഉൾപ്പെടുത്താതെ സാധാരണ രീതിയിൽ ഒരാൾക്ക് വീഡിയോയിൽ കണ്ടാൽ അതിൻ്റെ കണ്ടന്റ് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ വെറും സംഭാഷണ ശൈലിയിലാണ് എൻ്റെ വീഡിയോ ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ തത്വജ്ഞാനങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ശൈലി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ എനിക്ക് കമൻറ്റിലൊന്ന് അറിയിക്കുക. ഇനി ഇതല്ല, ഇതൊരു സാധാരണ രീതിയിലാണ്, വെറും ഒരു കാഷ്വൽ ടോക്ക് പോലെയാണ് തോന്നുന്നതെങ്കിൽ
മാറ്റിപ്പിടിക്കാം. അതും നിങ്ങൾ എനിക്ക് നിർദ്ദേശം തന്നാൽ മതി. അപ്പോൾ അതനുസരിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പ്രസന്റ് ചെയ്യാം. എന്താണെങ്കിലും നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഞാനാണ്. സ്വീകരിക്കേണ്ടത് നിങ്ങളാണ്. നാളെ ഈ ചാനൽ തുറന്നു നോക്കുന്ന സമയത്ത് അതൊരു കുഞ്ഞു കുട്ടിയാണ് തുറന്നു നോക്കുന്നതെങ്കിലും അതിനും കൂടെ മനസ്സിലാകുന്ന രീതിയിലാണ് എൻ്റെ വീഡിയോ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിളക്കിൽ ശംഖനിധിയും പത്മനിധിയും മഹാലക്ഷ്മിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന ദിവസങ്ങളിൽ വിളക്ക് കഴുകുക, ഇന്ന ദിവസങ്ങളിൽ വിളക്ക് കഴുകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. ചുമ്മാ ഒരു കാരണം വെച്ചങ്ങ് പറയുന്നതല്ല. എല്ലാത്തിനും ഒരു ശാസ്ത്രങ്ങളുണ്ട്. നമ്മൾ ആ ശാസ്ത്രങ്ങളിൽ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം. ഞാൻ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയി. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളുടെ വീട്ടിൽ കൃത്യം സന്ധ്യാസമയത്താണ് അവർ വിളക്കും പാത്രങ്ങളും കഴുകുന്നതും പൂജാമുറി തുടച്ച് വാരുന്നതും. അപ്പോൾ ഞാനിത് കുറേ നാളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ഈ ഒരു കാര്യം പറഞ്ഞു, ഇതിങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യാതെ ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് ഫോളോ ചെയ്ത് നോക്കി. വീട്ടിലെ ഈ സന്ധ്യാസമയത്തുള്ള കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറാൻ ഒരു സാധ്യതയുണ്ട്. അന്ധവിശ്വാസമൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനത് പരീക്ഷിച്ച് നോക്കി, എനിക്കതിൽ ഫലം കണ്ടു. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ അവരൊന്ന് ഫോളോ ചെയ്തു. ഇന്ന ദിവസങ്ങളിൽ വിളക്ക് കഴുകാനും ഇന്ന ദിവസങ്ങളിൽ പൂജാമുറി കഴുകാനും കഴുകാതിരിക്കാനും ഒക്കെ ഒന്ന് ശ്രമിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നോട് ആദ്യമായിട്ട് ഈ ഒരു കാര്യം ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ അധികം വിശ്വസിച്ചില്ല, ചെവിയൊന്നും കൊണ്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ് എന്ന രീതിയിൽ ഞാൻ തള്ളിക്കളഞ്ഞു. പക്ഷെ ഞാൻ അതൊന്ന് പരീക്ഷിച്ചു നോക്കി. ചുമ്മാ കാരണങ്ങളില്ലാതെ ഇങ്ങനെ ഒരാൾ പറയത്തില്ലല്ലോ. അത് കൂടാതെ ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചു മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ. ശരിയാണ്, ഈ പറയുന്നതിൽ സത്യമുണ്ടെന്നും ആ പറയുന്നത് വാസ്തവമാണെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ഫോളോ ചെയ്യുന്നതും ഇന്ന് ഞാൻ ഇതെൻ്റെ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നതും മറ്റുള്ളവർക്ക് ഇങ്ങനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഇനി മുതൽ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രത്യേകം വേറൊരു കാര്യം പറയാം, ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും വിളക്കും പാത്രങ്ങളും തുടച്ച് കഴുകുന്നുണ്ട്, അതിന് പ്രശ്നമില്ല എന്നൊരു ചോദ്യം എല്ലാവർക്കും ചോദിക്കാൻ കാണും. അവിടെ ഞാൻ പറയുന്ന കാര്യം, ക്ഷേത്രമല്ല വീട്, വീടല്ല ക്ഷേത്രം. ക്ഷേത്രം വേറെ, വീട് വേറെയാണ്. ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും വീടുമായി കമ്പയർ ചെയ്ത് കാണരുത്. ക്ഷേത്രത്തിൽ ആരും നിത്യവും വസിക്കുന്നില്ല. അതിനൊരു സമയമുണ്ട്. ആ നിശ്ചയിക്കപ്പെട്ട സമയം ക്ഷേത്രം തുറക്കുന്നു, ക്ഷേത്രം അടയ്ക്കുന്നു, ക്ഷേത്രത്തിലെ കാര്യങ്ങൾ കഴിയുന്നു, പൂജാരി ക്ഷേത്രം ക്ലോസ് ചെയ്തു പോകുന്നു. പക്ഷേ വീട് അങ്ങനെയല്ല. നമ്മൾ നിത്യവും വസിക്കുന്ന ഒരിടമാണ്. നമ്മൾ ഉണ്ടും ഉറങ്ങിയും കിടക്കുന്ന ഒരിടമാണ്. അപ്പോൾ അത് വേറൊരു തലമാണ്, ക്ഷേത്രം മറ്റൊരു തലമാണ്. ക്ഷേത്ര രീതി അല്ല വീട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള പൂജാ വിഷയങ്ങളെ പറ്റി അറിയാനായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ഷോർട്സ് വീഡിയോസിനായി ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മുരുക ഭഗവാന്റെ വിശേഷാൽ ദിവസങ്ങൾ, വിശേഷാൽ പൂജകൾ, പൂജാവിധികൾ, വ്രതങ്ങൾ, ധ്യാന ശ്ലോകങ്ങൾ, മന്ത്രങ്ങൾ, മുരുക പുരാണ തത്വങ്ങൾ എന്നിവയറിയാൻ മുരുക ഭക്തിയിൽ താല്പര്യമുള്ളവർക്ക് എൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്.